10 മിനിറ്റ്സിന്റെ ഗ്യാപ്പിലാണ് ഞാൻ ഒരു 19-year-old സൂര്യ സാറിനെ കണ്ടതും. സിയഞ്ചറക്കിട്ട ശിവനെ തൊലച്ചിട്ട சொட்டு വളവുക്കുള്ള മട്ടിക്ക് വളഞ്ചിട്ട്. എനിക്ക് അഭിനയിച്ചപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ കുറേ കണ്ടിരിക്കുന്ന സ്റ്റീരിയോ ടൈപ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ആക്ടർ എന്നുള്ള സൂര്യ സാറിനെ കാണും കുറേയും കൂടെ എന്നാണ് എനിക്ക് തോന്നിയത്. സൂര്യ സാർ അടക്കം എല്ലാവരും ഇതിൽ നല്ല കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നല്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരുപാട് ഞാൻ എന്താ പറയുക, സ്ലാങ് നോക്കണം, എൻ്റെ ആക്ഷൻസ് നോക്കണം, ഇതൊന്നും ഓവർ ആക്ടിങ് ആവാൻ പാടില്ല. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. ലൈക്ക് ഐ സെഡ്, ഹീസ് എ വെരി നോർമൽ പേഴ്സൺ. ഓടി വന്ന് കിതക്കേണ്ട ഒരു സീനിന് ഹി മെയ്ഡ് ഷുവർ ദാറ്റ് ഹി വാസ് ആക്ച്വലി എന്താ പറയുക ഇങ്ങനെ കിതയ്ക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് അദ്ദേഹം ആ സീൻ ചെയ്തത്. എനിക്ക് ഇവിടുത്തെ ആരില്ലെങ്കിലും ആര് ചെയ്തില്ലെങ്കിലും ഐ വോണ്ട് യു ടു ഡു ഇറ്റ്. എനിക്ക് നീ എല്ലാവരെക്കാട്ടിലും മുകളിൽ നിൽക്കണം. ഐ ഡോണ്ട് കെയർ ഈ സെറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന്, പക്ഷേ ഐ വോണ്ട് യു ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ചാനലിൻ്റെ ഹെഡ്ലൈൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് എന്നെ ഹീറോയിൻ ആക്കിയെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് താഴത്തെ കമൻസ് ആണെങ്കിൽ അതിന് ശോകമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. കുഞ്ചിപ്പോട എന്ന ഒരു കാണി மொரட்டு முயல தூக்கி போக வந்த பயனானி. The most beautiful, gorgeous, ഇന്നത്തെ ട്രെൻഡിങ് സ്റ്റാർ എന്നൊക്കെ പറയാം, അപർണ ബാലമുരളി, വെൽക്കം ടു അവർ ഷോ. അപ്പോൾ സൂര്യറായി പോട്ടർ എന്നുള്ളതിനാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കഥ സൊല്ലട്ടുമാ. അപ്പോൾ സർവം താളമയം സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ സുധാ മാമിനെ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അപ്പോൾ സുധാ മാം വരാൻ പറയണു. വരുമ്പോൾ സൽവാർ കമ്മീസ് മാത്രം ഇട്ടിട്ട് വന്നാൽ മതി എന്ന് പറയണു. നല്ല വലിയ പൊട്ടക്കെട്ടൊരു ഫോട്ടോ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് സുധാ മാം സ്ക്രിപ്റ്റ് തരുന്നു. ബേസിക് ടോക്ക് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് തരുന്നു. അത് കഴിഞ്ഞാൽ ADs പഠിപ്പിച്ചു തരുന്നു. Then what happened? അവിടെ നിന്ന് നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ സുധാ മാമിൻ്റെ കണ്ടപ്പോഴാണ് ആദ്യത്തെ ഓഡിഷൻ കഴിഞ്ഞിട്ട് എന്നെ സുധാ മാമിന് ഇഷ്ടമായി എന്ന് ഞാൻ അറിയണത്. ബിക്കോസ് പേഴ്സണലി എനിക്ക് മധുരൈ സ്ലാങ് ഒന്നും അറിയാത്തതുകൊണ്ട് ഐ വാസ് നോട്ട് വെരി ഹാപ്പി വിത്ത് ദ ഫസ്റ്റ് ഓഡിഷൻ. ഐ ഡിഡ്ന്റ് നോ വാട്ട് ഐ വാസ് ഡൂയിങ്, എന്താ കറക്റ്റ് ആണോ അല്ലേ. സ്പെഷ്യലി വെൻ യു ഗോ ടു എ ഡയറക്ടർ ലൈക്ക് ഹെർ, നമുക്ക് എല്ലാം ഒരു ഡൗട്ടായിരിക്കും, എന്താ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ ഓക്കെ അല്ലേ എന്നുള്ളത്. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് മാം ആ സ്ക്രിപ്റ്റും ആ ഒരു ക്യാരക്ടറിനെയും കൺസീവ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഒരു ഡൗട്ടിലായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പൂജയായിരുന്നു വന്നിരുന്ന ഓഡിഷൻ. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ഓഡിഷനൊന്നും നന്നായിരുന്നുണ്ടെന്ന്. പക്ഷേ ബോത്ത് ഓഫ് അസ് വർ ഹാപ്പി ടു മീറ്റ് എ പേഴ്സൺ ലൈക്ക് ഹെർ. സുധാ മാമിനെ പോലത്തെ ഒരാളെ കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ മെയിനായിട്ട് അതിനാണ് പോയതും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താ ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല. പിന്നെ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, മാമും സ്ക്രിപ്റ്റിൽ അത്ര ഹാപ്പി ആയിരുന്നില്ല, പക്ഷേ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ഞാൻ അയച്ചു തരാം, നീ ഒന്നും കൂടെ എനിക്ക് അതിൻ്റെ വീഡിയോ അയച്ചാന്ന് പറഞ്ഞിട്ട് മാം അയച്ചു തന്നു. പിന്നെ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടാണ് എന്താ പറയുക, എനിക്കിതിലേക്കൊരു ഒഫീഷ്യൽ എൻട്രി എന്ന് പറയണ മാതിരി, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണ മാതിരി ഒരു എൻട്രി കിട്ടിയത്. അതിലേക്ക് ആഡപ്പ് ചെയ്യാം, അത് അപർണ വിട്ടുപോയതാണ്. ലൈക്ക് സുധാ മാം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്, കുറേ ADs എല്ലാവരും ഇത് അപർണ പോയതിന് ശേഷം 2-3 പേരെ ട്രൈ ചെയ്തു. അപ്പോൾ ADs എല്ലാവരും പറഞ്ഞു, അപർണ പണ്ടമാരെ ഇല്ലേ, എന്താണ് അവിടെ ചെയ്തിട്ട് വന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ലൈക്ക് ഒരു പ്രിപ്പറേഷൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ, ഒരു വലിയ പ്രിപ്പറേഷൻസ് എന്തായാലും ഉണ്ടാവും അപർണയുടെ ഭാഗത്തുനിന്ന്. ഒരു വലിയ ഡയറക്ടറാണ്. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഈ ഓഡീഷന് തന്ന സീൻ എന്ന് പറയണത്, അത് കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതിനിടയിൽ ഞാൻ ഈ സീൻ എനാക്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു സീനായിരുന്നു. അപ്പോൾ അത് നാളെ ഈ സിനിമ 12th സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതെന്ന് പറയണത് ഒരുപാട്, ഞാൻ എന്താ പറയുക, സ്ലാങ് നോക്കണം, എൻ്റെ ആക്ഷൻസ് നോക്കണം, ഇതൊന്നും ഓവർ ആക്ടിങ് ആവാൻ പാടില്ല. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് തന്ന സീൻ.
പിന്നെ ഇതിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ എന്താ പറയുക ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ചാർട്ടായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അത് തന്നെയാണ് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഈ സിനിമയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും എന്താ പറയുക ഒരു ഇനി സിനിമ എന്ത് തന്നെ ആയാലും അതിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് വളരെയധികം നമ്മളെയൊക്കെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ്. എൻ്റെ ട്രെയിനിങ് എനിക്ക് കിട്ടിയ ട്രെയിനിങ് മധുരൈ സ്ലാങ്ങിന് കിട്ടിയ ട്രെയിനിങ് ഇപ്പോൾ വിജയ് സേതുപതി സാറിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കാപ്പി രണസിംഗം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിരുന്നു വിരുമാണ്ടി സാറായിരുന്നു ഇതിലത്തെ മധുരൈ കുറേ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹമാണ് എന്നെ ആദ്യം ട്രെയിൻ ചെയ്തത്. പിന്നെ സെന്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുണ്ടായിരുന്നു, അദ്ദേഹം എന്നെ കുറച്ച് ട്രെയിൻ ചെയ്തു. അങ്ങനെ എന്താ പറയുക ഒന്നും വിട്ടുകൊടുക്കാത്തൊരു ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു സൂര്യ റിപ്പോർട്ടറിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപർണ എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്താണെന്നുള്ളത്. മധുര സ്ലാങ് ഒക്കെ തമിഴ് വായിക്കാൻ അറിയോ അതോ മലയാളത്തിലാക്കി എഴുതി അങ്ങനെയാണോ? മലയാളത്തിലല്ല ഇംഗ്ലീഷിലായിരുന്നു ആക്കിയിട്ട് തന്നിരുന്നത്. പക്ഷെ അതിനും കൂടുതൽ എനിക്ക് ഓഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് അതേപോലെ പറയണം എന്നുള്ളൊരു മിമിക് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യം ഞാൻ ചെയ്തിരുന്നത്. അപ്പം അത് ചെയ്ത് ഓൾമോസ്റ്റ് സ്ലാങ് സെറ്റായപ്പോൾ പിന്നെ കുറേം കൂടി എനിക്ക് ഇമോട്ട് ചെയ്യാൻ പറ്റി, അതിൻ്റെ ഇമോഷൻസ് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ മെയിനായിട്ട് ഓഡിയോസ് കുറേ നേരം നമ്മളിപ്പോൾ ആസ് എ സിംഗർ ഒരു പാട്ട് പാടുന്നതിന് മുമ്പേയും അച്ഛനും അമ്മയും ഏറ്റവും പറയുക പാട്ട് നല്ലോണം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കിട്ടും കുറേയൊക്കെയെന്ന്. അപ്പോൾ അതുമാതിരി ഒരുപാട് തവണ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ. അങ്ങനെ കേട്ടിട്ടാണ് കുറേ എനിക്കത് തന്നെത്താനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നത്. അപ്പം അതായിരുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സൂര്യ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ സൂര്യ സാർ എടുത്തിട്ടുള്ള എഫേർട്ട്, ഡെഡിക്കേഷൻ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, അതിലേക്ക് അടക്കാം. അതിനു മുമ്പ് അപർണ ഇതിനു വേണ്ടി ലൈക്ക് ബോഡി ലാംഗ്വേജിൽ ഔട്ട് ആൻഡ് ഔട്ട് നമ്മൾ നേരത്തെ കണ്ട അപർണയല്ല. സോ അതിലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ടു ഗ്രാബിങ് ടു ദ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നൊരു എഫേർട്ട് ഡെഫിനറ്റ്ലി കാണുന്നുണ്ട് ഇതുവരെ കണ്ട വീഡിയോസിലെല്ലാം. അതിനെടുത്തിട്ടുള്ള ഫിസിക്കൽ എടുത്തിട്ടുള്ള എഫേർട്ട് ഇപ്പോൾ ഓഡിയോ കേൾക്കുക, ഡയലക്റ്റ് കീപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ബട്ട് മോർ ദാൻ ദാറ്റ് അത്തരം ഒരു നാട്ടിലെ മധുരൈ പൊണ്ണ് ആ ഒരു ടച്ച് കീപ്പ് അപ്പ് ചെയ്യാൻ വാട്ട് വാസ് യുവർ എഫേർട്ട്? യാ ഡെഫിനറ്റ്ലി മാമിന് എൻ്റെ കുറച്ചും കൂടെ തടി കുറഞ്ഞിട്ടുള്ള വേർഷൻ വേണം എന്നുണ്ടായിരുന്നു. അതിന് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഐ തിങ്ക് ഐ ഹവ് അച്ചീവ്ഡ് ഇറ്റ്. ഒരു പരിധി വരെ ഞാനത് ഞാൻ ഇടയിൽ നല്ലോണം തടിച്ചിരുന്നു ഡ്യൂ ടു എ ലോട്ട് ഓഫ് റീസൺസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് എടുത്ത് ഡയറ്റിംഗ് ആണെങ്കിലും ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ഗൈഡൻസിൽ ഡയറ്റ് ചെയ്തു. പിന്നെ ഞാൻ കിക്ക് ബോക്സിങ് പഠിക്കാൻ തുടങ്ങി. ജോഫിൽ ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആളുടെ അടുത്ത് ഞാൻ കിക്ക് ബോക്സിങ് തുടങ്ങി. അപ്പോൾ എനിക്ക് കൂടുതൽ എന്താ വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോയി ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം കൂടെ പഠിക്കാന്നുള്ളതുകൊണ്ട് കിക്ക് ബോക്സിങ്ങിലേക്ക് ഞാൻ ട്രൈ ചെയ്തത്. ആൻഡ് ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. സോ തടി കുറയ്ക്കുക, എന്തിട്ടാലും ഞാൻ അങ്ങനെ കോൺഷ്യസ് ആവരുത് എന്നുള്ളൊരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ വൾഗറായിട്ട് ഒന്നുമില്ല, പക്ഷെ ഈവൻ ഇഫ് ഇറ്റ്സ് സാരി എനിക്ക് അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ടാവണം എന്ന് മാമിന് തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തടി കുറയ്ക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഫുൾ ഞാൻ സാരിയാണ് ഇടുന്നത്. സാരി ഇട്ടാലും നമുക്ക് ആ ഒരു നാണം കുണുങ്ങി സാരി ഉടുത്ത് നടക്കുന്ന ഒരാളല്ല വേണ്ടത്. അപ്പോൾ ആ സാരി ഉടുത്തോണ്ട് തന്നെ എല്ലാവരെയും കാട്ടിലും വലുതാണ് ഞാൻ എന്നുള്ള മാതിരിയാണ് നടക്കേണ്ടത്. ഇതിൽ ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഡിഫറൻസ് ഇല്ലാണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മാനറിസംസ് ആയിരുന്നു കൊണ്ടുവരാനുണ്ടായിരുന്നത്. കമ്മിങ് ടു ദ ക്യാരക്ടർ, അപർണ ചെയ്ത ക്യാരക്ടർ എന്താണ് ആക്ച്വലി? ലൈക്ക് ഞാൻ കേട്ടത് സൂര്യ സാറിൻ്റെ ക്യാരക്ടർ മാരൻ ഭാര്യയുടെ അടുത്ത് ഒരു 500 രൂപ കടം ചോദിക്കാൻ അങ്ങനെ വിഷമിക്കാത്ത, ഭാര്യ ജോലിക്ക് പോയാലും തെറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾ. അപ്പോൾ അതിൽ ഭാര്യ ഏറ്റവും കൂടുതൽ ഒരു ഫൈറ്ററാണ്, ലീഡറാണ്, ഭർത്താവിന് ഏറ്റവും കൂടുതലായിട്ട് ബാക്ക് സപ്പോർട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇൻഡിവിജ്വലാണ്. അപ്പോൾ അത്തരം ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് ക്യാരക്ടർ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ? എനിക്കിതിൽ ബേസിക്കായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും വകവയ്ക്കാണ്ട് ആരെയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഹസ്ബൻഡിനെ ആണെങ്കിലും ചുറ്റുമുള്ള ആരെയാണെങ്കിലും വകവയ്ക്കാത്തൊരു ക്യാരക്ടറാണ് ബൊമ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ബൊമ്മി എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ബൊമ്മിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഡിസിഷൻസ് ആണ്. അത് പുള്ളിക്കാരി ഇനി ആരെ ചവിട്ടി താഴ്ത്തണം എന്ന് പറഞ്ഞാലും അവരുടെ മേലെക്കൂടെ നടന്നു പോവും ആ ഒരു ഡിസിഷനും കൊണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ ഷീ ഈസ്. ആ ഒരു എന്താ പറയുക ഫയറാണ് ശരിക്കും ആ ക്യാരക്ടറിലുള്ളത്. അപ്പോൾ ഈ സീനുകളിൽ മാര എന്ന് പറയുന്ന ക്യാരക്ടർ എത്ര തന്നെ നിൽക്കുന്നുണ്ടോ അത്ര തന്നെ
സ്ട്രോങ് ആയിട്ടും വളരെയധികം ശക്തമായിട്ടുള്ള ഒപ്പീനിയൻസ് ഉള്ള ഒരാളാണ് ബൊമ്മി. എനിക്ക് തോന്നുന്നു മാര ഇനി ഒന്ന് അയഞ്ഞാൽ തന്നെ ഷീ വോണ്ട് ലെറ്റ് ഹം ഡു ദാറ്റ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ബൊമ്മിയുടെ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതിൽ എൻ്റെ വിട്ടിട്ട് എനിക്ക് അഭിനയിച്ചപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ കുറേ കണ്ടിരിക്കുന്ന സ്റ്റീരിയോ ടൈപ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ആക്ടർ എന്നുള്ള സൂര്യ സാറിനെ കാണും കുറേയും കൂടെ എന്നാണ് എനിക്ക് തോന്നിയത്. വെൻ ഐ ഡിഡ് ദ ക്യാരക്ടർ എനിക്ക് അതാ കുറേയും കൂടെ റിയൽ ആയിട്ട് ഫീൽ ചെയ്തത്. നേരത്തെ സൂര്യ സാറിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട സിനിമകൾ? എനിക്ക് പിതാമകൻ ഇഷ്ടമാണ്, പിന്നെ വാരണമായിരം ഭയങ്കര ഇഷ്ടമാണ്, കാക്ക കാക്ക ഇഷ്ടമാണ്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ. കുറേ സിനിമകളുണ്ട്, പിന്നെ ആളെ കാണാൻ എല്ലാത്തിലും ഭയങ്കര ലുക്കാണ്. ദ വെരി ഫസ്റ്റ് ഇന്ററാക്ഷൻ നിങ്ങൾ തമ്മിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു? വെരി ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ, എന്താ പറയുക, ഒരു റീഡിങ് സെഷൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇൻട്രാക്ഷൻ. അത് ആള് വരും ഇന്നെന്ന് പറഞ്ഞ് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിട്ട് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആരാധന കൊണ്ട് വരുന്ന ഒരു നെർവസ്നെസ് ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് കൂടുതൽ. അപ്പോൾ ആളെ കാണുമല്ലോ എന്നുള്ള എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊരു 2-3 റീഡിങ് സെഷൻസ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ സെറ്റിൽ വന്നപ്പോൾ എനിക്ക് പേടിയും ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് സൂര്യ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പോവാന്നുള്ളൊരു ടെൻഷനും പേടി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക, ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം കണ്ടിട്ടുള്ള ഒരു മൂവിയായത്. അപ്പം അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് ഓൺ സെറ്റ് ഭയങ്കര സുഖമായിരുന്നു. പക്ഷെ അതിന് മുമ്പേയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആളെ പെട്ടെന്ന് കണ്ടപ്പോഴും ആളുടെ മുമ്പിൽ റീഡിങ് ചെയ്തപ്പോഴൊക്കെ എനിക്കൊരു പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് മാം എന്നെ പറഞ്ഞു, ഇത് വെറുതെ ഇപ്പോൾ സൂര്യ സാറിനെ കണ്ടുകൊണ്ടുള്ള പേടിക്കാൻ നീ കൊളായി വായിക്കണേ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഈ പറഞ്ഞ മാതിരി എനിക്ക് പിന്നെ മനസ്സിലായത് എന്താ വെച്ചാൽ, ഞാൻ മാത്രമല്ല സൂര്യ സാർ അടക്കം എല്ലാവരും ഇതിൽ നല്ല കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നല്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയപ്പോൾ പിന്നെ ഈ പറഞ്ഞ മാതിരി എന്നോട് എല്ലാവരും ചോദിക്കും എങ്ങനെയുണ്ട് സൂര്യ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് എന്താ പറയുക, ഐ വാസ് ഫീലിംഗ് നോർമൽ ബിക്കോസ് he made us all feel very normal. He didn't make us feel like എന്താ നമ്മളൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കുന്നതെന്നുള്ളത് സൂര്യ സാർ ഒരിക്കലും കാണിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കും അങ്ങനെ തന്നെ ഭയങ്കര നോർമലായിട്ട് നമ്മളെല്ലാവരും ഒരു സീൻ കഴിഞ്ഞാൽ ഒരുമിച്ച് തന്നെ ഇരിക്കുന്ന, സാറിൻ്റെ കൂടെ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുന്ന 2 പേരുണ്ട്, വിവേക് അണ്ണനും കെ എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുക. അപ്പോൾ ആ കെമിസ്ട്രി, എല്ലാവരുമായിട്ടുള്ള കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയതും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണേ. കുറേയൊക്കെ അപർണയും ബൊമ്മിയും തമ്മിൽ എത്രമാത്രം ഇൻഡെപ്ത് അറ്റാച്ച്മെന്റ്സ് ഉണ്ട് ഇപ്പം എനിക്ക് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ട്. അതായത് ഒരു അച്ചീവ്മെന്റിന്റെ സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ ആരെ എതിർത്ത് നിന്നാലും എന്താ പറയുക, നമ്മളിത് അച്ചീവ് ചെയ്തിരിക്കും അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അനുഭവിക്കുന്നത് വളരെ എന്താ പറയുക വലിയൊരു കാര്യമാണ്. ഇപ്പം ഈ സിനിമ എൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ, സിനിമ അനൗൺസ് ചെയ്ത് പൂജയുടെ ഫോട്ടോസ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ചാനലിൻ്റെ ഹെഡ്ലൈൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് എന്നെ ഹീറോയിൻ ആക്കിയെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് താഴത്തെ കമൻസ് ആണെങ്കിൽ അതിന് ശോകമായിരുന്നു, ഇതെന്താ ഈ പെണ്ണിനെ ഹീറോയിൻ ആക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ആക്ടേഴ്സാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. എനിക്ക് സുധാ മാമിനൊരു എന്താ പറയുക, അവരെ ഒരിക്കലും താഴ്ത്തരുത് എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ബൊമ്മീനെ മാക്സിമം എൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നാളെ ഇറങ്ങുമ്പോൾ ഐ മൈറ്റ് ഫീൽ എ സിമിലർ എന്താ പറയുക, ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒരു സന്തോഷം എനിക്കും തോന്നുന്നു. ബൊമ്മിക്ക് ഉണ്ടായിരുന്ന അതേ ഒരു ഫീല്, അതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഡെഫിനറ്റ്ലി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഒരു ഇതുവരെ കാണാത്തൊരു അപർണയെ കാണാൻ പറ്റുന്നുണ്ട് ഇതുവരെ കണ്ട ഫ്രെയിംസിൽ എല്ലാത്തിനും. സൂര്യ സാറിൻ്റെ കൂടെ അഭിനയിച്ച ഒരു മൊമെൻറ്റ്സ്, എന്തെങ്കിലും ചെറിഷിങ് മൊമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എടുത്തൊരു കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ലൈക്ക് സൂര്യ സാർ ഇതിനു വേണ്ടി എടുത്ത എഫേർട്ട് ഡെഫിനറ്റ്ലി ആ ഒരു ഫിസിക്കൽ ചേഞ്ച് ഓവർ നമ്മൾ വാരണമായിരം, ഏഴാം അറിവ് ഇതുപോലത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്നതും സൂര്യ സാറിന് അങ്ങനെയാണ്, ബോഡി കൊണ്ട് ഏത് ലെവൽ വേണമെങ്കിലും എത്തിച്ച് ആ ക്യാരക്ടറിന് വേണ്ടി ഡൈഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യും. സോ അപർണ നേരിൽ കണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അപർണ നേരിൽ കണ്ട് സാക്ഷ്യം വഹിച്ച സൂര്യ സാറെ കുറിച്ച് പ്ലീസ്. ലൈക്ക് ഐ സെഡ്, ഹീസ് എ വെരി
നോർമൽ പേഴ്സൺ എന്ന് പറയാൻ കാരണം ഹീസ് ഓൾസോ ഹ്യൂമൻ ബീങ്, അത് ഡെഫിനറ്റ്ലി യെസ്. ബട്ട് ആസ് എൻ ആക്ടർ ഹി വാസ് എ ട്രൂ ആർട്ടിസ്റ്റ് ഓൺ സെറ്റ്. ഇപ്പം വല്ലാണ്ട് ഇപ്പം കിതച്ച് വരേണ്ട സീൻ, ഫോർ എക്സാമ്പിൾ വാട്ട് ഐ സോ, ചോദിച്ച മാതിരി വാട്ട് ഐ വിറ്റ്നസ്ഡ് വാസ്, ഓടി വന്ന് കിതക്കേണ്ട ഒരു സീനിന് ഹി മെയ്ഡ് ഷുവർ ദാറ്റ് ഹി വാസ് ആക്ച്വലി എന്താ പറയുക ഇങ്ങനെ കിതയ്ക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് അദ്ദേഹം ആ സീൻ ചെയ്തത്. അതിന് വേണ്ടി ആൾ കുറച്ച് നേരം പുഷപ്പൊക്കെ എടുത്ത് എങ്ങനെയാണ് തന്നെ കിതയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ ചെറിയ മൊമെൻറ്റ്സ് ആണ്. പക്ഷേ ഇതൊക്കെ എന്ന് പറയണത് ഒരു പുതിയ ആക്ടർ എന്നുള്ള രീതിക്ക് എനിക്ക് വലിയ ലെസൺസ് ആയിരുന്നു. ആളെങ്ങനെയാണ് അതിനെ സീൻ എനാക്ട് ചെയ്യുന്നതെന്നും ആളെങ്ങനെയാണത് ഇപ്പോൾ വെറുതെ വേർക്കണമെന്ന് പറഞ്ഞ് കുറേ വാട്ടർ സ്പ്രേ അടിക്കുകയല്ല ചെയ്യുന്നത്. ആള് മാക്സിമം ആളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു ഓരോ സീനിന് മുമ്പേയും, ദാറ്റ് ഹി വിൽ സ്വെറ്റ് ഫോർ ദ സീൻ എന്നുള്ളത്. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെയാണ് ഞാൻ ശരിക്കും കണ്ടത്. പിന്നെ ആളുടെ ഒരു എന്താ പറയുക ഒരു ഹമ്പിൾ നേച്ചർ എന്ന് പറയുന്നതും നമ്മളെ എല്ലാവരെയും ആളുടെ ഒരു നേച്ചർ കാരണം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഈസി ആയിരുന്നു അഭിനയിക്കാനായിട്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കോ ആക്ടറേയും കൂടെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതും ഞാൻ ഭയങ്കരമായിട്ട് വിറ്റ്നസ് ചെയ്തൊരു കാര്യമാണ് സൂര്യ സാറിൽ. ബൊമ്മയ്ക്ക് ഇതിൽ ആക്ച്വലി ഫുഡ് കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആക്ച്വലി ക്യാരക്ടർ വൈസ്. പക്ഷേ മാറിനാണെങ്കിൽ ഹെവി വർക്കൗട്ടും കാര്യങ്ങളാണ് ഇതിനകത്ത്, കാരണം ബോഡി ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. സോ അബൌട്ട് ദ ബോഡി ബിൽഡിങ് സെഷൻസ് സെറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത്, പിന്നെ എന്തായാലും ഫുഡ് കഴിക്കുന്ന സീക്വൻസ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ വാട്ട് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ? അതൊക്കെ ഞാൻ കുറേ എനിക്ക് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു സീനുണ്ട്, ട്രെയിലറിൽ കാണാൻ പറ്റുമോ ആ ഒരു സീന്. അങ്ങനെ കഴിക്കുന്ന സീനിൽ എന്നെ കളിയാക്കി, ബാക്കിൽ നിന്ന് ക്യാമറ വെച്ചാലും തിന്നോണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചത്. കാരണം സാർ ആ സമയത്ത് ഭയങ്കര ടൈറ്റായിട്ടുള്ള സമയമായിരുന്നു. കാരണം ആഫ്റ്റർ ദാറ്റ് ഷെഡ്യൂൾ ഇമ്മീഡിയറ്റ്ലി ഹി ഹാഡ് ടു ഗോ ടു ഹിസ് 19-year-old. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ സീൻ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ആള് പഞ്ചസാരയില്ല, ഉപ്പില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു വർക്കൗട്ട് ചെയ്ത് ഡയറ്റും വർക്കൗട്ടും ചെയ്യുമ്പോൾ ആളുടെ കൂടെ ആളുടെ ഡയറ്റീഷ്യൻ ട്രെയിനർ എപ്പോഴും കൂടെ ഉണ്ടാവും, എവിടെ പോയാലും ആളും ഉണ്ടാവും കൂടെ. അപ്പോൾ ആള് അത്രയും കാര്യമായിട്ട് നോക്കുമ്പോൾ ഞാനിവിടെ ഇരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക, ചോറ് കഴിക്കുക, എന്താ നമുക്കൊരു സീക്വൻസിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു, ഇത് എങ്ങനെ പോയാലും നന്നായി തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് ഹി വാസ്, ഞാൻ ഒരു 10 minutesൻ്റെ ഗ്യാപ്പിലാണ് ഞാൻ ഒരു 19-year-old സൂര്യ സാറിനെ കണ്ടതും. ഞാൻ 2 സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇത് ആരാന്നുള്ളത്. അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വേറെ സീന്ന് പെട്ടെന്ന് തോന്നിപ്പോയി, കാരണം അത്രയും ചേഞ്ച് ആയിരുന്നു സാറ് എന്താ പറയുക എക്സിബിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സെറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് സൂര്യ സാർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു എന്തെങ്കിലും അങ്ങനെ തോട്ട്സ് ഉണ്ടായിരുന്നോ? എനിത്തിങ് ചേഞ്ച് ആഫ്റ്റർ ദാറ്റ്? I've heard that he is very simple and അധികം മിണ്ടാത്ത ഒരാളാന്ന് എനിക്ക് പൊതുവേ തോന്നി. ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്, അധികം സംസാരിക്കില്ല, ഭയങ്കര ഇതൊന്നുമില്ല. പക്ഷെ സെറ്റില് ഈ പറഞ്ഞ മാതിരി ആള് ഭയങ്കര കംഫർട്ടബിൾ ആയപ്പോ ആളെ എല്ലാവരുമായിട്ടും, ഇപ്പൊ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലത്തെ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനി ആയിരുന്നു. അതൊക്കെ ആയപ്പോ ആളുടെ ഭാഗത്തുനിന്ന് കുറെ എന്താ പറയാ തമാശയും ഇതൊക്കെ പറയാൻ, പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സംസാരം അട്ടഹാസം ഒന്നുമല്ല. പക്ഷെ എന്താ പറയാ ഇറ്റ് വാസ് ഫൺ. സെറ്റില് നമുക്ക് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഓഡായിട്ടോ അല്ലെങ്കിൽ മാറിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഇൻ ടു ദ സെറ്റ് ആയിരുന്നു, നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. ജോ മാം ആയിട്ടുള്ള എന്തെങ്കിലും ഇന്ററാക്ഷൻസിനുള്ള സംഭവം ഉണ്ടായിരുന്നു? ജോ മാം പൂജയ്ക്ക് വന്നിരുന്നു, അത് കഴിഞ്ഞ് ഒരു ദിവസം സെറ്റിലും വന്നിരുന്നു. അപ്പോൾ എനിക്ക് the whole family is very positive. That's what I felt. ഇപ്പോൾ നമുക്ക് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാനും വേണം ഒരു മനസ്സ്. അതും നമ്മളൊന്നും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചില്ലെങ്കിലും അവർ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കും എന്നുള്ളത്, ദേ മേക്ക് ഷുവർ ദാറ്റ് ദേ സേ അത് പറയും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതുപോലെ 2 മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഫോട്ടോസ് എടുത്തിരുന്നു. അപ്പോൾ പൂജയുടെ ദിവസം ജോ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഫോട്ടോസ് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സ്റ്റൈലും ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫാനാണ് മാമിൻ്റെ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് മാം ഒരിക്കൽ സെറ്റിൽ വന്നപ്പോൾ ഒരു സീനിനെ പറ്റിയിട്ട് പറഞ്ഞു, ഭയങ്കര രസമുണ്ട്. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ത് രസമായിട്ട് അത് സൈലൻസിലാണെങ്കിലും ചെയ്യുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരാളുടെ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു അത്.
ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷിച്ച് ഞാനിങ്ങനെ ക്ലൗഡ് 9 നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. പിന്നെ അങ്ങനെ അങ്ങനെ ആ ഫാമിലി മുഴുവൻ അങ്ങനെയാണ്. ബൊമ്മ അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ജോ മാമിന് ടിപ്സ് എന്തെങ്കിലും കിട്ടിയായിരുന്നു? പക്ഷെ ഞാൻ മാമിൻ്റെ തന്നെ ഏതാ മാധവൻ സാറിൻ്റെ കൂടെയുള്ള ഒരു സിനിമയാന്ന് തോന്നുന്നു, ഞാൻ അത് തന്നെ കണ്ടിരുന്നു. ആ ഒരു എന്താ പറയുക ആ ഒരു ജോളി ആയിട്ടുള്ളൊരു സൈഡ് ബൊമ്മിയുടെ. അതെ, കാരണം ബബ്ലി ആയിട്ട് അഭിനയിക്കാൻ എനിക്ക് തോന്നുന്നു ജോ മാമിനെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു സൈഡ് കാണാനായിട്ട് ഞാനൊരു മൂവി റെഫറൻസ് ആക്ച്വലി എടുത്തിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അതിനിടയിൽ എനിക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കലൈറാണി മാമിൻ്റെ. അപ്പോൾ മാമാണ് സജസ്റ്റ് ചെയ്തത് കണ്ടു നോക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ മാമിൻ്റെ തന്നെ ഒരു റെഫറൻസ്, ജോ മാമിൻ്റെ തന്നെ ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുന്നതല്ല സൂര്യ സർ മാറൻ എന്ന ക്യാരക്ടർ ത്രൂ ഔട്ട് ദ ഫിലിം കീപ്പ് അപ്പ് ചെയ്യാൻ സുധാ മാമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ അപർണ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഇൻസ്റ്റൻസ് എന്തെങ്കിലും എടുത്ത് പറയാമോ? ലൈക്ക് അപ്പോൾ സുധാ മാമും സൂര്യ സാറിൻ്റെ അവർ പണ്ട് തൊട്ടേ ഭയങ്കര ക്ലോസ് ആണെന്ന് എനിക്കറിയാം. മാം എപ്പോഴും പോയി രാഖിയൊക്കെ കെട്ടിക്കൊടുന്ന ഒരു രാഖി ബ്രദർ മാതിരി. പിന്നെ മാം മണിരത്നം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തൊട്ടിട്ട് അവർ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. പക്ഷെ ഒരു ഡയറക്ടർ ആക്ടർ എന്നുള്ളൊരു രീതിക്ക് അവരിപ്പോഴാണ് വരുന്നത്. അപ്പം ഞാൻ കുറേ കേട്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാം ഇങ്ങനെ സാറിൻ്റെ മൂവീസൊക്കെ കണ്ടിട്ട് എന്തൊക്കെ സാറ് ചെയ്യരുത് എന്നുള്ളതിനെ പറ്റിയിട്ട് കുറേ പറഞ്ഞിരുന്നു. സാറിൻ്റെ ടിപ്പിക്കൽ സാധനങ്ങൾ, ഇപ്പോൾ റൊമാൻറ്റിക് സീനാണെങ്കിൽ പോലും ഷീ ഡിഡ്ന്റ് വാണ്ട് ഹിം ടു സ്മൈൽ. ആ ചിരിയൊന്നും വേണ്ട, ഭയങ്കര സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കത്തി മുറിച്ച മാതിരി ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു. പറയില്ല നമ്മൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാമെന്ന് പറയണമാര്. അപ്പോൾ അത് എന്താണെങ്കിലും അങ്ങനെ പറയണം എന്നുള്ളൊരു അങ്ങനത്തെ കുറേ സജഷൻസ് ആയിരുന്നു. ആൻഡ് ഈ പറഞ്ഞ മാതിരി മാമിന് കൃത്യമായിട്ട് അറിയാം എന്താ വേണ്ടതെന്ന്. അപ്പം മാം അത് സൂര്യ സാറിനോടാണെങ്കിലും എന്നോടാണെങ്കിലും ആരോടാണെങ്കിലും മാം അത് കൺവേ ചെയ്തിരുന്നു കറക്റ്റായിട്ട്. സാറും അത് കുറേ എന്താ പറയുക വളരെയധികം ശ്രദ്ധിച്ചിട്ടും കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ടുമാണ് അത് ചെയ്തിരിക്കുന്നത്. സെറ്റിൽ ഉർവശി ചേച്ചിയായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എന്തെങ്കിലും? ഉർവശി മാമായിട്ട് ഭയങ്കര നല്ലൊരു ടൈമായിരുന്നു. കാരണം മാം ആരെയും വിഷമിക്കാൻ സമ്മതിക്കില്ല. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ അടുത്ത് വന്നിട്ട് എന്താ പറ്റി, നമ്മൾ വിഷമിക്കരുത്. ആളെങ്ങനെയാണോ സിനിമയിൽ അങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലും. ഭയങ്കര ജോളിയായിട്ട് തമാശകൾ പറഞ്ഞ് കുറേ കഥകൾ പറയും, ആളുടെ എക്സ്പീരിയൻസസ് കുറേ പറയും. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കും മാം പറയണ ഓരോ കഥകളും ഇതൊക്കെ. അപ്പം സുധാ മാമിന് തന്നെ വളരെ ടഫായിട്ടുള്ള കുറേ ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉർവശി മാമിന് ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക ഒരാളിങ്ങനെ ലോ ആയിട്ടിരിക്കണ ഇഷ്ടമില്ല. മാം അപ്പോൾ പോയി അവരെ ചിയറപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു ആളാണ് ഉർവശി മാം. പിന്നെ ആക്ടിങ് എന്ന് പറയും ഞങ്ങളൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നുണ്ട്. അങ്ങനെ കുറേ ടേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കാൻ അങ്ങനത്തെ ഒരു സീനോ 2 സീനോ മതി ഉർവശി മാമിന് എന്താ പറയുക സിനിമയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂടെ അഭിനയിക്കുക എന്നുള്ളത്. പറഞ്ഞു, എന്നാലും അഡീഷണൽ ആയിട്ട് ചോദിക്കുകയാണ്, ദ വേൾഡ് കോൾഡ് സുധാ മാം എക്സ്പീരിയൻസ് ചെയ്ത രീതി എന്താണ്? സുധാ മാം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഒരു ആളാണ്. എന്താ പറയുക, നമ്മളൊന്നും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് മാം പറയുക ചിലപ്പോൾ. എന്താ വെച്ചാൽ ഇറ്റ് ബി ദ സിംപ്ലസ്റ്റ് തിങ്. അതാ കാര്യം. നമ്മൾ ചിലപ്പോൾ ഭീകരമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം മാം വളരെ സിമ്പിളായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മാമിൻ്റെ കൂടെ. പിന്നെ ഓർമ്മയിൽ വരുന്നത് ഇപ്പം എന്താ പറയുക എനിക്കങ്ങനെ ഓർമ്മയിൽ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും വരുന്നില്ല. പക്ഷേ ഇപ്പം മാമിന് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ മാം പേഴ്സണൽ എക്സ്പീരിയൻസസ് കുറേ പറയും. ഇപ്പോൾ ലാസ്റ്റ് സീനിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെവിയിൽ വന്ന് പറയണതാണ്, എനിക്കിവിടുത്തെ ആര് ചെയ്തില്ലെങ്കിലും ഐ വോണ്ട് യു ടു ഡു ഇറ്റ്. എനിക്ക് നീ എല്ലാവരെക്കാട്ടിലും മുകളിൽ നിൽക്കണം. ഐ ഡോണ്ട് കെയർ ഈ സെറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന്, പക്ഷേ ഐ വോണ്ട് യു ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഐ വാണ്ടഡ് ടു ഗിവ് ഹർ ദ ബെസ്റ്റ് എന്നുള്ള മാതിരത്തൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാമിൻ്റെ കൂടെ. പിന്നെ ഭയങ്കര ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു എന്തോ ഒരു സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സെറ്റിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലാവും. മാമിന് ഇഷ്ടമായില്ലെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായെങ്കിൽ മാം അത് കാണിക്കും. ഷീൽ ഗെറ്റ് ഇമോഷണൽ ആ സീനിൽ. അങ്ങനെ ഭയങ്കര ഇമോട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഏതെങ്കിലും കൂടുതൽ ടേക്സ് പോയ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു? ആ ഒരു കടം ചോദിക്കുന്ന സീനിൻ്റെ ഒരു ലീഡ് സീൻ ഉണ്ട്.
അതിൽ എനിക്ക് ഒരുപാട് ടേക്സ് പോണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി കുറേ എന്താ പറയുക, ഈ പറഞ്ഞ ചില എക്സ്പ്രഷൻസ് നമ്മൾ ഒരു മീറ്റർ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മീറ്റർ പിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പോയാലും ആക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കാണിക്കരുത് എന്നുള്ളൊരു രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഒരു പെർട്ടിക്കുലർ മീറ്ററിൽ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ ഒരു സീക്വൻസ് ചെയ്യാൻ. അതാണ് ഇത്തിരി എന്താ പറയുക, കുറച്ച് ടഫായിട്ട് തോന്നിയൊരു സീൻ, കുറേ ടേക്ക് പോയ സീൻ. അപ്പോൾ ഇതിലെ പാട്ടുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി വൻ ഹിറ്റാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ടുപേരി ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് ഈ സിനിമയിലെ? ഇതിൽ നമ്മുടെ മലയാളി തന്നെ പാടിയ ഒരു പാട്ടാണ്, ഹരീഷ് ശിവരാമകൃഷ്ണൻ പാടിയ പാട്ട്, ഹരീഷ് ഏട്ടൻ പാടിയ പാട്ടാണ് വെയ്യോം സില്ലി. അത് പാടാൻ ശ്രമിക്കാം. சேஞ்சரக்கிட்ட சிவனை தொலைச்சிட்ட சொட்டு வளவுக்குள்ள மாட்டிக்க வளைஞ்சிட்ட உள்ள பற்றைய போட்டுட்டு ஏறைய கூட்டுட்டு தப்பிச்சு போறாளே அங்கிட்டு இவ வீதியில் வரத்த வேதிக்க பக்கத்த விழுந்த மேகந்தாயம்பிட்டு இடுக்கியே அடிக்கிறான் அடக்கியே வெய்யோம் சில்லி இப்போ நிலத்து இறங்கி அடத்துற லந்தா பேசி என்ன உரண்ட இழுக்கிற கட்டார கண்ணால ஒட்டால தெரிக்கிறேன் ஒட்டார சிட்டால மாப்பாகி கிடக்கிறேன் ஏன் உசுரில சல்லட சலிச்சு ஏன் சிரிக்கிற அரக்கியே ஊங்குறுக்குல என்னைய முடிச்சு நீ நடக்கிற தருக்கியே. അടിപൊളി അടിപൊളി. ഇപ്പൊ ഇതാണോ പ്ലേലിസ്റ്റിലെ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന പാട്ട്? ഇതും എനിക്ക് കാട്ടുപായലെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പാടണമെങ്കിൽ എനിക്കത് ദീ പാടിയിരിക്കണ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അധികം അത് പാടിക്കൊള്ളാക്കാറില്ല. ഓക്കെ. അപ്പോൾ സെറ്റിൽ ഇപ്പോൾ ടേക്സ് ഒക്കെ കഴിഞ്ഞു, അഭിനയിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ അപ്രിസിയേഷൻ കിട്ടിയ എന്തെങ്കിലും സീക്വൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഓഡിയൻസിന് കാണുമ്പോഴും മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എനിക്ക് ആ സീൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു സീനും അതാണ്. ഒരു ഭയങ്കര ടഫ് ഒരു ഫൈറ്റ് ഉണ്ട് ഇതിൽ. അങ്ങനത്തെ ഒരു സീനാണ്. ഇല്ല അങ്ങനത്തെ ഫൈറ്റ് അല്ല. എന്നാലും എന്താ പറയുക, ആ ഒരു നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്ത് എടുക്കണ മാതിരി തന്നെ വേണ്ട ഒരു എന്താ പറയുക ഒരു സീക്വൻസ് ആയിരുന്നു. ഭയങ്കര നല്ലൊരു സീക്വൻസ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സീക്വൻസ് ആണ്. ഭയങ്കര പേടി ഉണ്ടായിരുന്ന ഒരു സീക്വൻസ് ആണ്. പക്ഷെ അത് നന്നായിട്ട് ദൈവം സഹായിച്ച് അത് വന്നു. എന്താണ് സൂര്യ സർ പറഞ്ഞത് അതിനുശേഷം? സാറിന് ഭയങ്കര ഇഷ്ടമായി ആ സീൻ. ആ സീനിനാണ് എനിക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അപ്രീസിയേഷനൊക്കെ കിട്ടിയത്. സൂര്യ സാറിൻ്റെന്നും ജ്യോതിക മാമിൻ്റെന്നും ഒക്കെ. അവർ ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞൊരു സീനായിരുന്നു അത്. ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ട് വന്നിട്ടുണ്ട് ആ സീൻ എന്നുള്ളത്. അപ്പോൾ ആ സീനിൻ്റെ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഉർവശി മാമും ഉണ്ടായിരുന്നു. അപ്പോൾ മാം എന്നെ ഡബ് ചെയ്യാനും കുറേ സഹായിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ആ സീൻ ഭയങ്കര സ്പെഷ്യലാണ്. എന്തായാലും സിനിമ ജനങ്ങൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി അത് എടുത്തു തന്നെ പറയും എന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയാവട്ടെ. അപ്പോൾ നമുക്കിനി ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. കുസൃതി ചോദ്യങ്ങൾ എന്ന് പറയാം, എന്നാലും അത്ര വലിയ കുസൃതി ഒന്നല്ല. അപർണയുടെ ഫേവറേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ ഫാൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പടപടയെന്ന് ഉത്തരം പറയണം, വെയിറ്റ് ചെയ്യരുത്, ആലോചിച്ച് നിൽക്കരുത്. ഫേവറേറ്റ് ഓൾഡ് ഫാസ്റ്റ് നമ്പർ സോങ്? ഫാസ്റ്റ് നമ്പർ ആണോന്ന് അറിയില്ല, മറ്റേ നിറത്തിലത്തെ പാട്ട്. അത് പോട്ടെ. പ്രായം തമ്മിൽ അത്. ഓക്കെ, അടിപൊളി. അപ്പൊ അടുത്തത് ഫേവറേറ്റ് ആക്ടേഴ്സ്, ഫേവറേറ്റ് ഡയലോഗ്? എനിക്ക് ചാക്കോച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. ചാക്കോച്ചന്റെ ഫേവറേറ്റ് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചാക്കോച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. ഡയലോഗ് ഒന്നും ഓർമ്മയില്ല. എനിക്ക് ഇപ്പൊ ഓർമ്മയുള്ളത് ഈ സിനിമയിൽ തന്നെ നമ്മൾ എന്താണ് എങ്ങനെയെന്ന് ചോദിക്കണം. നല്ല ഡയലോഗ്, ചാക്കോച്ചൻ കേക്കട്ടെ ഇത്. അയ്യോ ഇല്ല, എനിക്ക് ചാക്കോച്ചൻ എന്ന് ഞാൻ ഇപ്പൊ ഈ എൻ്റെ അടുത്ത് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്ന് ചോദിക്കണ മാതിരി
എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചാക്കോച്ചൻ ചെറുപ്പം തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഹരമാണ്. അതെ. അടിപൊളി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് വില്ലൻ. ഫേവറേറ്റ് വില്ലൻ മനോജ് കെ ജെയിൻ സർ. ഏതിലാന്നറിയാം? അനന്തഭദ്രത്തില്. വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടറാണ്. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പേടിക്കാറുണ്ടോ ആ സമയത്തൊക്കെ, സിനിമ കാണുന്ന സമയത്തൊക്കെ? അനന്തഭദ്രം മനോജ് കെ ജെയിൻ സാറിന്റെ ക്യാരക്ടറൊക്കെ കാണുന്ന സമയത്ത് പേടിച്ചിരുന്നോ? പേടി ഉണ്ടായിരുന്നു. നമുക്ക് പ്രേതങ്ങളെക്കാട്ടിലും പേടിയാണല്ലോ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവത്തിന് വ്യത്യാസം വരുമ്പോ. അങ്ങനെ ഇപ്പൊ പ്രേതങ്ങളോ അങ്ങനെ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് പ്രേത സിനിമയൊക്കെ എന്നുവെച്ചാൽ നല്ല ഇന്റൻസ് ആയിട്ടുള്ള ഒരു പ്രേത സിനിമയൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര പേടിയാ. ഈ ഇടയ്ക്കായിട്ട് പിന്നെ കുറേം കൂടെ ആ ഒരു ഫീലൊക്കെ തരുന്ന ടൈപ്പ് പ്രേത സിനിമകളുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എനിക്ക് പേടി വരും. ഇപ്പം രൂപങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള മട്ടായി. പക്ഷെ ഇങ്ങനെ സൈലൻസിലൊരു ശബ്ദവും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശബ്ദം, അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഫേവറേറ്റ് ഡിഷ്. ചോറ്. പിന്നെ വെറും ചോറല്ല, ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുക തൈരും ചോറ്. ഫേവറേറ്റ് എക്സ്ക്ലമേഷൻ, ലൈക്ക് ദൈവമേ എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ അപർണ എപ്പോഴും യൂസ് ചെയ്ത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്ക്ലമേഷൻ എന്താണ്? എൻ്റെ ഈശ്വര ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഫേവറേറ്റ് ടൈം പാസ് ഇൻ സ്കൂൾ, കോളേജ്, സെറ്റുകളിൽ, ഇത് മൂന്നും പറയണം. ടൈം പാസ് എന്ന് പറയാനായിട്ട് എനിക്കറിയില്ല. ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ ടൈം പാസ് അല്ല, വളരെ സീരിയസ് ആയി ചെയ്തുകൊണ്ടിരുന്നത് പഠിപ്പല്ലാണ്ട് ഡാൻസും പാട്ടുമായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് ഞാൻ. അതിനൊക്കെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്, കുറേ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു. കോളേജിൽ എനിക്ക് തോന്നുന്നു കുറേ വരയ്ക്കാൻ ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് ഞങ്ങളുടെ കോളേജിൽ കുറേ കൺസ്ട്രക്ഷൻസ്, നമ്മൾ ചെറിയ ചെറിയ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനത്തെ സിമെൻറ്റും ഇതൊക്കെ വെച്ചിട്ട് അതൊക്കെ നല്ല രസമായിരുന്നു. കോളേജിൽ അതായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ സെലിബ്രേഷൻസും ഓണം അതൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുമായിരുന്നു. സെറ്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്നെ ചെയ്യിപ്പിക്കാറുള്ള പാട്ട് പാടുക എന്നുള്ളതാണ്. അങ്ങനെ പാടിപ്പിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ പാട്ട് തന്നെ എനിക്ക് പാടാൻ പറ്റിയത്. ബിജിപാൽ സാറിൻ്റെ മൗനങ്ങൾ പാടാൻ പറ്റിയത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ അടുത്തത് ഫേവറേറ്റ് പെറ്റ്. പെറ്റ് ഒന്നുമില്ല, പക്ഷെ ഐ ലൈക്ക് എ ഡോഗ്. കിട്ടുകയാണെങ്കിൽ എനിക്ക് പട്ടിക്കുട്ടിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒന്നുമില്ല. അപർണയുടെ ഫാൻസ് ദയവേത് ശ്രദ്ധിക്കുക. കിട്ടുകയാണെങ്കിൽ അതും എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, എപ്പോഴും ചെറുതായിട്ടിരിക്കുന്ന ടൈപ്പ് ഉണ്ടാവില്ല, അങ്ങനത്തെ മതി, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണോ വീട്ടിൽ പട്ടിക്കുട്ടി വാങ്ങാത്തത്? ഇല്ല, ഫ്ലാറ്റ് ആണ്, അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് അത്രയ്ക്കൊന്നും വലുതായ പോലും ഇല്ല, അപ്പോഴേക്കും നമുക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം ഫ്ലാറ്റ് ആയതുകൊണ്ട് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം എല്ലാം വിട്ടോ അതോ? ഇല്ല, ഞാൻ ആർക്കിടെക്ചറാണ് പഠിച്ചത്. ആർക്കിടെക്ചർ ഇപ്പോൾ തീർന്നു, തീസിസ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കാം. 5 വർഷം ഉണ്ടായിരുന്നു, 7 വർഷം എടുത്ത് ഞാൻ തീർത്തു. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്താണല്ലേ? അതെ അതെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് പബ്ലിക് ഹോളിഡേ ആൻഡ് വൈ? എനിക്ക് വിഷു ഇഷ്ടമാണ്, വിഷു കൈനീട്ടം കിട്ടണോണ്ട്. അപ്പം ഈ കൂട്ടി വെക്കണ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്? ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറേ കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലോണം ഇങ്ങനെ സേവ് ചെയ്ത് ഒരിക്കലൊരു ട്രാജഡി ആയിരുന്നു. അതൊക്കെ കൂടെ എൻ്റെ എവിടെയോ എൻ്റെ മടിയിൽ നിന്ന് എന്തോ ഉണ്ടായി. ഞാൻ എന്തോ വാങ്ങാൻ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ കാശ് കാണുന്നുണ്ടായിരുന്നില്ല. കുറേ കൂട്ടി വെച്ച് ഞാനിങ്ങനെ എണ്ണനൊക്കെ അമ്മ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ എനിക്ക് കൂട്ടി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിഷു ആണ് എനിക്ക് തോന്നുന്നു ഫേവറേറ്റ് ഇവിടുത്തെ പബ്ലിക് ഹോളിഡേ. ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പറയണത്, ഇപ്പോൾ വലിയ തമിഴിലേക്കൊക്കെ എത്തി, 3ാമത്തെ സിനിമ, അപ്പോൾ റെമ്യൂണറേഷനൊക്കെ മാറി ഹൈ റേഞ്ചിലേക്ക് എത്തി. അപ്പോൾ എങ്ങനെ ഇപ്പോഴും കാശ് സമ്പാദിക്കുന്ന കൂട്ടത്തിലാണോ? സമ്പാദിക്കുകയൊക്കെ ചെയ്യും, പിന്നെ ഈ പറഞ്ഞ മാതിരി തരണവരും കൂടെ വിചാരിക്കണമല്ലോ. അതെന്താ? അതുകൊണ്ട് കൂട്ടിന്നൊന്നും പറയാറായിട്ടൊന്നും ഇല്ല. കാരണം ഈ സിനിമ ഇറങ്ങിയിട്ടേ ഞാൻ ഇനി കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ അടുത്ത സിനിമ. അത് റെമ്യൂണറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി എനിക്ക് കുറേം കൂടെ കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് പിന്നത്തിലേക്ക് വരാം. ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് ഡ്രിങ്ക്? പാൽപ്പൊടിപ്പാല്. അതായിരുന്നു ഞാൻ കുറെ കുടിച്ചോണ്ടിരുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മ പറഞ്ഞുതരാമോ? എന്തെങ്കിലും ഇപ്പം ഉള്ളത് ഓർമ്മയുള്ളത്? അത് എനിക്ക് ഈ പാൽപ്പൊടിപ്പാലിനെ പറ്റിയിട്ടാണോ? അതെ. എപ്പോഴും കട്ട് തിന്നും പാൽപ്പൊടി, അത് വേറെ കാര്യം. പിന്നെ എനിക്ക് സ്കൂളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കലക്കി അമ്മ തരും. അല്ല, കട്ട് തിന്നൽ ഇപ്പോഴും സ്വഭാവം ഉണ്ടോ? പാൽപ്പൊടി ഇപ്പോഴും ഞാൻ കട്ട് തിന്നും. അമ്മ ഒന്നും പറയാറില്ല, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുണ്ടാവൂലേ?
അമ്മ അത് ഒളിപ്പിച്ചൊക്കെ വെക്കാൻ നോക്കും, പിന്നെ അമ്മ തന്നെ എൻ്റെ മുമ്പിൽ നിന്ന് എവിടെന്നെങ്കിലും എടുക്കും അറിയാണ്ട്. അപ്പം പിന്നെ ഞാനത് പിന്നെ എപ്പോഴെങ്കിലും അമ്മ ഇല്ലാത്തപ്പോൾ ചോദിച്ചിരുന്ന് കഴിക്കും. ഫേവറേറ്റ് മൂവി ഓർ സീരിയൽ അല്ലെങ്കിൽ സീരീസ്? ഫ്രണ്ട്സ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. കാണാൻ പറ്റാഞ്ഞത് മണി ഹീസ്റ്റ് ആണ്. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കുറേ കേട്ടു, പക്ഷെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലാത്തൊരു സീരീസ് അതാണ്. പിന്നെ സിനിമകൾ കുറേ കാണാനുണ്ട്. ഞാൻ പൊതുവേ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമകൾ കാണൽ വളരെ കുറവായിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും ഞാൻ ഈ ഇടയ്ക്ക് ഇൻസെപ്ഷൻ അങ്ങനത്തെ കുറച്ച് നല്ല സിനിമകൾ കണ്ടു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അതെന്താ അങ്ങനെ? കാരണം ഞാൻ അങ്ങനത്തെ സിനിമകൾ കാണലില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കാണൂ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബാറ്റ്മാൻ 3 ഇരുന്ന് കണ്ടു. ലോക്ക്ഡൗണിൻ്റെ ഒരു മൊത്തം ക്രിസ്റ്റഫർ നോളൻ ഫാനായി മാറി. ആകെ ഞാനൊരു നോളൻ സിനിമ ഇതായി മാറി മൊത്തത്തിൽ. അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. ഫേവറേറ്റ് പണിഷ്മെന്റ് സ്കൂൾ ഡേയ്സിൽ കിട്ടിയിട്ടില്ല? പനിഷ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറേ. അടി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് പിന്നെയും പുറത്ത് നിർത്താല് കുഴപ്പമില്ല, കുറച്ച് എന്താ പറയാ ഇൻസൾട്ടിങ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എത്ര തവണ അങ്ങനെ പോയിട്ടുണ്ട്? ഫ്രണ്ട്സിന്റെ മാറ്റി കിട്ടാല് കുഴപ്പമില്ല, അത് വലിയ സീനില്ലാത്തതാ, ക്ലാസ്സിന്റെ അകത്ത് തന്നെ ഉണ്ടാവാം. അല്ല എന്നാലും ഫേവറേറ്റ് ഏതാണ്? ചിരിയായിട്ട് തോന്നുന്ന ഒരു തമാശ പുറത്ത് നിർത്താം. അന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഞാനൊരു ക്ലാസ്സിൽ വല്ലാണ്ട് ചിരിച്ചു. പക്ഷെ ഞാൻ ടീച്ചറെ കളയാക്കിയതൊന്നല്ല, ഞാൻ അങ്ങനെ ടീച്ചേഴ്സ് കളയാക്കൂല, ഞാൻ ചിന്തിക്കില്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ എന്തോ ഒരു തമാശ പറഞ്ഞ് ചിരിച്ചപ്പോൾ ടീച്ചർക്ക് ദേഷ്യം വന്നു. ഞങ്ങളെയാണോ എന്നെയാണോ എന്ന് അറിയില്ല, എന്തായാലും എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പുറത്തു ആക്കിയിട്ടുണ്ടോ തോന്നുന്നു, എണീപ്പിച്ച് നിർത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാണ്, ലൈക്ക് ഇപ്പൊ വലിയ ആക്ട്രസ് ആയി കഴിഞ്ഞു, അപ്പോൾ ഫേമസ് ആയി കഴിഞ്ഞു, അപ്പോൾ പഴയ സ്കൂൾ മെമ്മറീസ് എന്തെങ്കിലും, പഴയ ടീച്ചേഴ്സ് ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണോ ഇപ്പോഴും? നല്ലോണം കണക്റ്റഡ് ആണ് എല്ലാവരുമായിട്ടും. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഐ മേക്ക് എൻ എഫേർട്ട് ടു കീപ്പ് ഇൻ ടച്ച് വിത്ത് പീപ്പിൾ ഐ നോ. എൻ്റെ ഫസ്റ്റ് സ്കൂൾ തൊട്ടിട്ടുള്ള എല്ലാവരുമായിട്ട് ഞാനിങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് പൊതുവേ ഇങ്ങനെ സിനിമയിലായിക്കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും, എല്ലാവരും പറഞ്ഞു തുടങ്ങുമല്ലോ നമ്മളൊക്കെ ഓർമ്മ ഉണ്ടോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം എന്തോ ഏതോ ഞാൻ എൻ്റെ ഒരു എഫേർട്ട് എടുത്ത് ഞാൻ എന്തായാലും എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആവുമെന്ന് എനിക്കൊരു നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ മിക്ക ആൾക്കാരുമായിട്ടും ഐ കീപ്പ് ഇൻ ടച്ച് ഇപ്പോഴും. ഒരു ആക്ട്രസ് ആയാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് തോന്നുന്ന ഒരു കാര്യം, നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു മുഷിച്ചിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഈ പറഞ്ഞ മാതിരി എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് പുറത്തിറങ്ങണമെങ്കിൽ വീട്ടിൽ ചില പേടിയാവും, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കും ഇറങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രീഡം പോയി. പിന്നെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഡെഫിനറ്റ്ലി ഒരു റെക്കഗ്നിഷൻ കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയപ്പോൾ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. ഫൈനലി ഇപ്പോൾ നേരത്തെ സൂര്യ സാർ സെറ്റിലേക്ക് വരികയാണെങ്കിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കൃത്യം ഓൺ ടൈം എത്തും. അപ്പോൾ അപർണ ഇതുപോലെ കിക്ക് ബോക്സിംഗ് കഴിഞ്ഞിട്ടാണോ സെറ്റിലേക്ക് എത്തുക? ഇല്ല, ഞാൻ കിക്ക് ബോക്സിങ് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് അതിനൊന്നുള്ള ടൈമില്ല. കാരണം ഞാൻ ഐ എം നോട്ട് അറ്റ് ഓൾ എക്സാജറേറ്റിംഗ്, ഒരു 4:30 ആകുമ്പോഴേക്കെങ്കിലും ഐ ഹാഡ് ടു വേക്ക് അപ്പ് ആൻഡ് കം ടു സെറ്റ്. ബിക്കോസ് എനിക്ക് ഡ്രസ്സിങ് കുറച്ചധികം ഉണ്ടായിരുന്നു. കാണുമ്പോൾ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും മേക്ക് ഓവർ നല്ലോണം ഉണ്ടായിരുന്നു. മേക്കപ്പ് ഇല്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ എൻ്റെ മുടി ഹെയർ സ്റ്റൈലാണെങ്കിലും സാരി ഉടുക്കലാണെങ്കിലും ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ റെഡിയായി സെറ്റിൽ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു മെയിൻ എയിം. അപ്പോൾ നല്ല നേരത്തെ എണീറ്റ് എനിക്ക് അതുകൊണ്ട് അങ്ങനെ സമയം കിട്ടിയില്ല. കിട്ടുമ്പോൾ ഞാൻ എൻ്റെ കോച്ചായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ചെയ്യാറുണ്ടായിരുന്നു ചില ഫ്രീ ഡേയ്സിലൊക്കെ. അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സൂര്യ സാറെ നേരിട്ട് കണ്ടിട്ടും ഈ ആക്ടറായിട്ട് ഒരു വാവ് ഫാക്ടർ ഉണ്ടായിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടോ? ലൈക്ക് അഭിനയിക്കുന്ന സീക്വൻസിലോ അല്ലെങ്കിൽ ക്യാരക്ടർ പോർട്രേ ചെയ്യുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും? ഉണ്ട്. അത് എന്താ പറയുക, എനിക്ക് പല സീനുകളും ഇങ്ങനെ ജസ്റ്റ് ആളിങ്ങനെ ഉള്ളിൽ നിന്ന് വരികയെന്ന് നമുക്ക് തോന്നും. നമുക്ക് കുറേ സീനുകൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ശരിക്കും നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ഇമോഷണൽ ആവും കുറേ സീനുകൾ. അപ്പം ഞങ്ങൾ തമ്മിലുള്ള സീൻസിൽ തന്നെ കുറച്ച് സീനുകൾ അങ്ങനെ ഉണ്ട്. സ്പെഷ്യലി പേഴ്സണലി ഫോർ മീ ഓൾസോ എനിക്കിഷ്ടമുള്ള ആൾക്കാർ അവരുടെ കരിയറിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു എന്നോ ആവാത്തതെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഐ സ്റ്റാർട്ട് ഫീലിംഗ് വെരി എന്താ പറയുക ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടാവും. ബിക്കോസ് ഐ വോണ്ട് മൈ ഫ്രണ്ട് ഓർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓർ എനി വൺ ഫോർ ദാറ്റ് മാറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ കരിയറിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയണ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്യും. അപ്പം
അങ്ങനത്തെ ഒരുപാട് മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട് ഞങ്ങളുടെ സീക്വൻസുകളിൽ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് മൊമെൻറ്റ്സ് ചെയ്യുമ്പോൾ ആളതിനെ ഇമോട്ട് ചെയ്തത് കണ്ടിട്ട് ഐ ഫെൽറ്റ് ഇറ്റ് ആക്ച്വലി. അത് എനിക്ക് പിന്നെയാണ് ഞാൻ ഈ പറഞ്ഞമാതിരി അറിഞ്ഞത്. സാറിൻ്റെ വളരെ മുമ്പത്തെ ഒരു കാലം, സാറിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്താ പറയുക, ഒരുപാട് ദൂരം ബൈക്ക് ഓടിച്ച് വന്നിട്ട് ഫോർ എ വെരി സ്മോൾ എമൗണ്ട് ഹി യൂസ് ടു വർക്ക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാം ഈ പറഞ്ഞ മാതിരി കുറേ പേഴ്സണൽ എക്സ്പീരിയൻസ് ലിങ്ക് ചെയ്തിട്ടാണ് സിനിമ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ സാറിന് അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക, അതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ദാറ്റ് വാസ് ആക്ച്വലി ഫെൽറ്റ്. സിനിമ ഒരു ട്രൂ സ്റ്റോറി ഇൻസ്പിറേഷനാണ്. ബൊമ്മയുടെ ക്യാരക്ടറും അതൊന്ന് ഇൻകോപ്പറേറ്റ് ചെയ്താണോ? ഇതിൽ ക്യാരക്ടേഴ്സൊക്കെ ക്യാപ്റ്റൻ ഗോപിനാഥ് സാറും അദ്ദേഹത്തിൻ്റെ വൈഫും തന്നെയാണ്. ബട്ട് വി ആർ നോട്ട് മിമിക്കിങ് ഓർ എക്സാക്റ്റ്. ഇപ്പോൾ മഹാനടിമാരത്തൊരു ബയോപിക് അല്ല ഇത് അവരുടെ സ്റ്റോറിയാണ്, ആ ക്യാരക്ടേഴ്സാണ്. പക്ഷെ നമ്മൾ പേര് മാറ്റി നമ്മുടെ സിനിമയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ബട്ട് ദ ഹോൾ സ്റ്റോറി ഈസ് ദേഴ്സ്. അവരുടെ ജേണിയാണ്, അവരുടെ ലൈഫ് ജേണിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അതേ എന്താ പറയുക കാര്യങ്ങൾ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടർ സ്റ്റോറി വൈസ് ഇറ്റ്സ് സെയിം ബട്ട് നോട്ട് എക്സാക്ട് മിമിക്കിംഗ് ഓഫ് വാട്ട് എവർ ഇറ്റ് വാസ്. ആക്ച്വലി ഇതൊരു വലിയ ബ്ലോക്ക് ബസ്റ്ററായി തിയേറ്ററിൽ ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി എന്ന് തന്നെ പറയാം, പാൻഡമിക് ഇഷ്യൂസ്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളതിന് ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രിയോടുകൂടി 12th ഇറങ്ങാൻ പോകുന്നു. വാട്ട് ഈസ് ദ എക്സൈറ്റ്മെൻറ്റ്? ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ഐ എം വെരി സ്കേർഡ് ബിക്കോസ് ഈ പറഞ്ഞ മാതിരി നമ്മളുടെ കയ്യിൽ തന്നെ നമ്മുടെ ഒരു ഫോണിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇത്. അത് നമ്മൾ ആദ്യമൊക്കെ പൈറസി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ നിന്ന് നൗ ഇറ്റ്സ് ആക്ച്വലി കമ്മിങ് ടു അവർ ഫോൺസ്. ലീഗലി നമ്മുടെ ഫോണിൽ വരികയാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡേ ഇറങ്ങിയ ദിവസം രാത്രി 12 മണിക്ക് തന്നെ ആൾക്കാർ കണ്ട് റിവ്യൂസ് ഇടും, നമ്മളെ വിളിക്കുക അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ എനിക്കും എക്സ്പീരിയൻസ് പുതിയൊരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ എം വെരി എക്സൈറ്റഡ് ബിക്കോസ് ഇങ്ങനത്തെ ഒരു സിനിമ ആൾക്കാർ കാണണം എന്ന് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള വർക്ക്, അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എല്ലാവരും അത് ഇപ്പോൾ പറഞ്ഞ മാതിരി ഇന്ന് എന്താ പറയുക, ഇന്നത്തെ ഒരു സമയത്ത്, ഇപ്പോഴത്തെ ഒരു സമയത്ത്, ഈ ഒരു സമയത്ത് നമ്മൾ കുറേ പേര് ഹോപ്പ്ലെസ് ആണ്. സ്പെഷ്യലി എൻ്റെ ഏജിലുള്ളവർ, ഒരു 20s 30s എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സമയമാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് അസ് ആർ ലൈക്ക് സ്റ്റക്ക്, എന്താ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് വേറെ ലോകം മൊത്തം എതിർത്താലും ഇത് സാധിക്കും എന്നുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യണ ഒരു സിനിമയാണ് സൂര്യരൈ പോട്ടർ. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഇൻസ്പയറിങ് സ്റ്റോറി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ നമ്മളെല്ലാവരും ദൈവം സഹായിച്ച് ഡിജിറ്റലി ഭയങ്കര മുന്നോട്ട് വന്നിട്ടുള്ളതുകൊണ്ടും എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും അത് കാണാൻ പറ്റും തോന്നുന്നു സിനിമ. തീർച്ചയായിട്ടും സൂര്യരൈ പോട്ടർ മുന്നോട്ട് വയ്ക്കുന്നത് ഡ്രീം ബിഗ് ആൻഡ് ഫൈറ്റ് ഫോർ ഇറ്റ് ആൻഡ് ഗോ ഫോർ ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ അപർണയുടെ ഇനി മുന്നോട്ടുള്ള യാത്ര, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പ്ലാൻസ്, എന്തൊക്കെയാണ് അപ്ഡേഷൻസ് എന്തെങ്കിലും? എനിക്ക് പേഴ്സണലി സിനിമ വൈസ് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു മൂവി ഇറങ്ങിയിട്ട് പിന്നെ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് നല്ല കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് സമയം ആയതുകൊണ്ട് നമുക്ക് ഡേറ്റ് ഇതുവരെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ് ലൈക്ക് ഷൂട്ട് ചെയ്യാൻ സേഫ് ആയിരിക്കുക എന്നുള്ളത് അറിയാത്തതുകൊണ്ട് കുറേ സിനിമകൾ അങ്ങനെ ഇപ്പോൾ ഡേറ്റ്സ് ഒന്നും ഫിക്സ്ഡ് അല്ല. പക്ഷേ ഐ എം ലിസ്ണിംഗ് ടു എ ലോട്ട് ഓഫ് ബ്രില്യൻ സ്ക്രിപ്റ്റ്സ് ആൻഡ് റിയലി നൈസ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അതൊക്കെ നല്ലൊരു സമയമാണെങ്കിൽ 2021 ഐ ഹോപ്പ് ഐ ക്യാൻ ഡു ഓൾ ദീസ് മൂവീസ്. പിന്നെ അതർവൈസ് ആർക്കിടെക്ചറിൽ ആടുജീവിതം ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ അറിയില്ല, ആരോ എൻ്റെ വിക്കിപീഡിയയിൽ ഇട്ടതാണ്. ഞാൻ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമേ അല്ല. എന്നുവെച്ചാൽ ഒരിക്കലും അങ്ങനത്തെ ഒരു കോണ്ടാക്റ്റിൽ വന്നിട്ടില്ല. ഞാൻ സെറ്റായിട്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടാവുക പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയില്ല, ആരോ എൻ്റെ വിക്കിപീഡിയയിൽ ഇട്ടതാ. വൈൻഡ് അപ്പ് ചെയ്യാൻ മുമ്പ് ഒരു പാട്ട് കൂടി ഞങ്ങൾക്കും അപർണയുടെ ഫാൻസിന് വേണ്ടി. കാട്ടുപയലെ കുഞ്ചിപ്പോട എന്ന ഒരു കാണി മൊരട്ട് മുയല തൂക്കി പോക വந்த பயனானி கரட்டு காட கிடந்து என்ன திருட்டு மொழிக்காரா தொரட்டி போட்டு இழுக்கிறடானே
திருட்டு பூனை போல என்ன உருட்டி உருட்டி பார்த்து சுருட்ட பாம்பாக்கி புள்ள நீ ஏன் முந்தியில சொருகி வச்ச சில்லறைய போல நீ எடுப்பு மடுப்பில் என்ன முன்ன செஞ்சு புட்டு போற நீ பாறங்கள்ல இருந்து என்ன பஞ்சி போல ஆக்கி புட்ட என்ன வித்த வச்சிருக்க நீ யானை பசி நான் உனக்கு யானை பசி சோள பொரி நீ எனக்கு சோள பொரி. தேங்க்யூ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. അതുകൊണ്ട് എന്തൊക്കെയോ ഞാൻ പാടിയിട്ടുണ്ട്. ഇല്ല, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ. ഇന്ന് രാത്രി ഇറങ്ങുന്ന സൂറൈ പോട്ടർ വലിയ വിജയമാവട്ടെ. അപർണയ്ക്ക് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ. വലിയ വലിയ കഥാപാത്രങ്ങൾ വന്ന് ചേരട്ടെ. കൂടുതൽ അടിപൊളിയായിട്ടുള്ള ഉയരങ്ങളിലേക്ക് എത്തിച്ചെല്ലട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.